നിങ്ങളുടെ ഇഷ്ട പരമ്പരകളുടെ മുഴുവൻ എപ്പിസോഡുകളും ടെലികാസ്റ്റിന് ശേഷം എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ കാണൂ. ഇന്ത്യൻ ഉപഭോക്താക്കൾക്ക് മാത്രം സൗജന്യം. ഭഗവാനെ, മഹാദേവ, എന്റെ രഘുവേട്ടന് ഒരു തടസ്സം കൂടാതെ തിരിച്ചു വരണേ. എന്റെ ചേച്ചിയുടെയും പ്രാർത്ഥനയും പ്രതീക്ഷയും ഫലവത്താവണേ. ഞങ്ങളുടെ രഘുവേട്ടന് തിരിച്ചു വരാൻ കഴിയണേ. ഭഗവാന്റെ മുന്നിൽ വന്ന് പ്രാർത്ഥിച്ചപ്പോ മനസ്സിന്റെ ഭാരം മുഴുവൻ കുറഞ്ഞു. രഘുവേട്ടന് ഇന്ന് തന്നെ വരാൻ കഴിയുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. മനസ്സിനെ ശാന്തമാക്കാൻ കഴിയുന്നത് നല്ലതാ ചേച്ചി. ദാസങ്ങള് രഘുവേട്ടനെ ഇറക്കിക്കൊണ്ടുവരുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉറപ്പായും രഘുവേട്ടൻ വന്നിരിക്കും. പക്ഷേ കോടതി ജാമ്യം അനുവദിച്ചാലും ജയിലിൽ നിന്ന് പുറത്തു വരാൻ കുറച്ച് ഫോർമാലിറ്റീസ് ഒക്കെ ഉണ്ട്. അഥവാ രഘുവേട്ടന് നാളെ വരാൻ പറ്റുമെന്ന് അറിഞ്ഞാലും അമ്പിളി ചേച്ചി തളരല്ലേ? നോക്കാം. ആ അതെ. ആ അമ്പിളി, എത്ര നാളായി മോളെ നിന്നെ പുറത്തൊക്കെ കണ്ടിട്ട്. മാഷ് വീട് വിൽക്കാൻ നടക്കുന്നതും രഘു ജയിലിൽ ആയതും ഒക്കെ ഞാൻ അറിഞ്ഞു. ആരുടെ ശാപ മക്കളെ നിങ്ങളുടെ കുടുംബത്തിന് ഏറ്റത്? അനുപമയും ചീരു ഇപ്പൊ വീട്ടിൽ തന്നെയാണല്ലേ? അതെ, ഞങ്ങള് കുറച്ചുനാള് അച്ഛന്റെ കൂടെ നിക്കാന്ന് വിചാരിച്ചു. അത് നല്ലതാ മോളെ. മാഷ് മൊത്തം തകർന്നു നിൽക്കുമ്പോ മക്കൾ അടുത്ത് തന്നെ ഉണ്ടാവണം. മനുഷ്യന്മാരുടെ കാര്യല്ലേ, എപ്പോഴാ എന്താ സംഭവിക്കാന്ന് അറിയില്ലല്ലോ. ആന്റിയുടെ മക്കള് രണ്ടുപേരും പുറത്തല്ലേ? രണ്ടുപേരെടുത്ത് ലീവ് എടുത്ത് ഇവിടെ വന്ന് നിക്കാൻ പറ. ആന്റിക്ക് ഇനി ഏത് നിമിഷം എന്തും സംഭവിക്കാം. ആ, അല്ലെങ്കിൽ നീ പണ്ടേ ഇങ്ങനെയാ, മുതിർന്നവരെ ബഹുമാനിക്കാറില്ലല്ലോ. ആ, അതുകൊണ്ടൊക്കെ തന്നെയാ രഘു ഗതി പിടിക്കാത്തത്. ഇനി എത്ര കാലം അവൻ ജയിലിൽ കിടക്കേണ്ടി വരുമെന്ന് ആർക്കറിയാം. രഘുവേട്ടൻ ഇനി ഒരു ദിവസം പോലും ജയിലിൽ കിടക്കില്ല. അദ്ദേഹത്തെ നന്ദിയില്ലാത്ത ചിലരെ കൂടി കുടിക്കാതാ. ഇന്ന് എന്റെ രഘുവേട്ടൻ പുറത്തു വരും. രഘുവേട്ടനെ കോടതി വെറുതെ വിട്ടുവെന്ന് ആന്റി ചോദിക്കുന്നവരത്തേക്കൊന്ന് പറഞ്ഞേക്ക്. പിന്നെ എനിക്ക് അതല്ലേ പണി. രഘു ജയിലിൽ നിന്ന് വരുന്നത് കൊണ്ട് ഇവിടെ ആർക്കും ഒരു ഗുണവും ഇല്ല. നീ വാ സുലോചന. രഘുവേട്ടൻ ഉടനെയൊന്നും ജയിലിൽ നിന്ന് വരില്ല എന്നറിഞ്ഞാ വലിയ സന്തോഷായേനെ. നിന്റെ അമ്മായിയമ്മയില്ലേ സുശീല, ആ സ്ത്രീയുടെ അതേ പതിപ്പായി വരും. മറ്റുള്ളവരുടെ നാശം മാത്രം ആഗ്രഹിക്കുന്ന നികൃഷ്ട ജന്മങ്ങള്. ഇവരൊക്കെ അമ്പലത്തിൽ വന്നിട്ടേ പ്രാർത്ഥിച്ച ദൈവം കേക്കൂ. വീടേ ചേച്ചി, നമ്മള് വന്ന് രഘുവേട്ടന് വേണ്ടി പ്രാർത്ഥിക്കാനാ. ചേച്ചി വാ. വാ. അതെ, നിന്റെ പനി മാറിയടാ. മാറി സർ, ഇപ്പൊ നല്ല ആശ്വാസമുണ്ട്. ആഹാ, അവന്റെ ആശ്വാസം നിനക്കാണോ അറിയാവുന്നത്? ഏതായാലും രണ്ടിന്റെയും വഴക്ക് മാറി ഇപ്പൊ പ്രേമത്തിലായത് നന്നായി. അതിന് ഞങ്ങൾ ഒരു പ്രശ്നമില്ല സർ. ഏതായാലും രഘുവിനെ കോടതിയിൽ ഹാജരാക്കാനുള്ള സ്പെഷ്യൽ ഓർഡർ വന്നിട്ടുണ്ട്. മിക്കവാറും നിനക്ക് ജാമ്യം കിട്ടും. എന്തായാലും സന്തോഷമുള്ള വാർത്തയെ സാറ് രാവിലെ കേട്ടത്. എങ്ങനെയെങ്കിലും ഇതിൽ നിന്ന് പുറത്തു കടക്കണമെന്ന് പ്രാർത്ഥിക്കാത്ത ഒരു ദിവസം പോലും ഇല്ല. ഞാനൊരു കാര്യം പറഞ്ഞ രഘുവേട്ടൻ എനിക്ക് വേണ്ടി അത് ചെയ്തു തരുമോ? എന്ത് കാര്യമോ ഗോകുൽ, നീ പറ. രഘുവേട്ടൻ നാട്ടിൽ ചെല്ലുമ്പോ എന്റെ അച്ഛനെ അമ്മയൊന്ന് പോയി കാണൂ.
നീ വിഷമിക്കണ്ട. ഉടനെ നിനക്കും പുറത്തു വരാൻ സാധിക്കും. അച്ഛനെയും അമ്മയും കണ്ടിട്ട് എനിക്കിവിടെ ഒരു കുഴപ്പമില്ലെന്ന് പറയണം. ഞാനൊരു തെറ്റും ചെയ്തില്ലെന്നും പറ. പറയാം. നിന്നെ പുറത്തിറക്കാൻ വേണ്ടത് ഞാൻ ചെയ്യും ഗോകുൽ. പിന്നെ മഞ്ചാടിയെ ഉപദ്രവിക്കാൻ നോക്കി യഥാർത്ഥ കുറ്റവാളികളെ ജയിലിൽ അടയ്ക്കാൻ വേണ്ടത് ഞാൻ ചെയ്യും. അതിപ്പോ പറഞ്ഞിട്ടെന്തിനാ? ആ ശരി, ഓക്കെ. എന്താണ് സത്യ? എന്താവാൻ? ഏട്ടനത് എവിടെയായിരുന്നു? എടാ നീ കാര്യം പറ, എന്നെ പിന്നെ ചോദ്യം ചെയ്യാം. 25,000 രൂപ അടച്ച വണ്ടി ഇറക്കാം. ആ പണം ട്രിപ്പ് പോയ ടീം കൊടുക്കും. പക്ഷേ അവരുടെ ഇന്നലത്തെ എക്സ്പെൻസ് മുഴുവൻ അത് നമ്മൾ കൊടുക്കണം. ഫുഡും റൂമും അടക്കം എല്ലാം. നീ ഒന്നും പറയാൻ നിൽക്കണ്ട. എടാ മിസ്റ്റേക്ക് നമ്മുടെ ഭാഗത്താ. അതെ, വണ്ടി ഇറക്കാനുള്ള പണമെങ്കിലും അവർ കൊടുക്കാന്ന് പറഞ്ഞത് അത് ഭാഗ്യം. ഏതായാലും ഇന്നലത്തെ ട്രിപ്പ് നഷ്ടമായി. എടാ അതൊക്കെ ബിസിനസിന്റെ ഭാഗമാ. നീ അതിലൊന്നും വലിയ ടെൻഷനാവാൻ നിൽക്കണ്ട. ഇല്ല, എനിക്കൊരു ടെൻഷനും ഇല്ല. പിന്നെ ഇതിനെല്ലാം മറുപടി പറഞ്ഞാൽ ശരിയാവില്ല. കഴിഞ്ഞത് കഴിഞ്ഞു. ഇനി ബാക്കി എന്താ നമ്മൾ നോക്കേണ്ടത്? പക്ഷേ ഇതിന്റെയൊക്കെ കാരണം കൂടി ഒന്ന് ഓർക്ക്. ആ രവി, അവൻ എന്ത് വൃത്തികേടാ കാണിച്ചേ. വണ്ടിയുടെ ടാക്സും ഇൻഷുറൻസും അടയ്ക്കാൻ വെച്ച പണമല്ലേ അവൻ കൊണ്ട് മുങ്ങിയത്. എടാ രവിയെ കുറ്റം പറയാൻ പറ്റില്ല. അയാളുടെ അമ്മയ്ക്ക് ഹാർട്ട് ഓപ്പറേഷൻ ആണ്. ആ ടെൻഷന് വിട്ടുപോയതാവും. അതിന് നമ്മൾ എങ്ങനെ കുറ്റം പറയും സത്യ? ഹോസ്പിറ്റലിൽ കാര്യങ്ങൾ വരുന്നത് മുൻകൂട്ടി അറിഞ്ഞു വെക്കാൻ പറ്റുമോ? നാളെ നമുക്കും വരാൻ പാടില്ല എന്നില്ലല്ലോ. ആ രവി എന്ത് ചെയ്താലും ഏട്ടൻ അതിനെ ന്യായീകരിക്കും. അയാളെ എങ്ങനെ സപ്പോർട്ട് ചെയ്യുന്ന എന്തിനാണെന്നോ എനിക്ക് മനസ്സിലാവാത്തെ. എടാ ഇതൊക്കെ നിന്റെ വെറും തെറ്റിദ്ധാരണയാ. ആരായാലും സാഹചര്യം നമ്മൾ മനസ്സിലാക്കണം. ഓ ശരി, സമ്മതിച്ചു. നമ്മുടെ സാഹചര്യം കൂടി ഒന്ന് ഓർക്കണം. ട്രിപ്പിലുള്ള വണ്ടിക്കാണെങ്കിൽ ഇൻഷുറൻസും ടാക്സും ഇല്ല. ഒന്ന് ചെറുതായിട്ട് തട്ടിയാൽ മതി, പിന്നെ കഥ മാറും. എടാ നീ പേടിക്കാതെ. പെൻഡിങ് നമുക്ക് ഉടനെ അടയ്ക്കാം. പിന്നെ ഡ്രൈവർമാരെ വിളിച്ച് ഞാൻ കാര്യം പറയാം. അത് വേണം. അത് ഏട്ടൻ തന്നെ പറ. ഇൻഷുറൻസ് അടയ്ക്കുന്നത് വരെ വണ്ടി പുറത്തിറക്കാതിരിക്കുന്നത് നല്ലത്. ആ അത് ശരിയാ. ഞാൻ അവരെ വിളിച്ച് സംസാരിക്കാം. ഇതാ ബിസ്കൂട്ടനല്ലേ?